നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതിക്ക് നല്ല ടെൻഷനാണ്. സച്ചി രേവതിയൊക്കെ തങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്നൊരു പേടിയുണ്ട്. കാരണം സച്ചി ഈ ഇടയായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ശ്രുതിക്ക് ഉത്തരം മുട്ടുന്നുണ്ട്. തന്റെ മലേഷ്യയിലുള്ള അച്ഛനെ കുറിച്ചൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. മലേഷ്യക്കാരൻ ഗസ്റ്റിനെ കിട്ടിയതിന് ശേഷം സച്ചിക്ക് സംശയങ്ങളൊക്കെ ഏറുവാണ്. അത് മാത്രമല്ല, സച്ചി ചോദിക്കുന്നതിന് കാര്യമുണ്ട്. അന്ന് അവര് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം, മലേഷ്യക്കാർ ഗസ്റ്റ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ശ്രുതിയുടെ മുഖത്തെ ഭാവമാറ്റവും അതുമാത്രമല്ല, ശ്രുതി അവിടുന്ന് മനഃപൂർവ്വം ഒളിച്ചോടിയതാന്നുള്ള കാര്യം മനസ്സിലായി. പല്ലുവേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് സച്ചിക്കും രേവതിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കള്ളത്തരം ഒന്ന് പൊളിച്ചെടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സച്ചി ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഒടുവില് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് സച്ചിയും രേവതിയും കൂടെ ശ്രുതിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് വന്നു. അതിനുശേഷം ശ്രുതിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മലേഷ്യയിൽ എവിടെ അച്ഛന് എന്തായാലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രുതി ചോദിച്ചു, നീ എന്തിനാടാ ഇതൊക്കെ തിരക്കണേ? നീ എന്താ മലേഷ്യക്ക് പോകാൻ പോവാണെന്ന് ചോദിച്ചു. അല്ല, കഴിഞ്ഞ ദിവസേ എന്റെ കാറിൽ കയറിയ സാറിനെ അറിയാലോ. അപ്പൊ ആ സാറിന് മലേഷ്യ നല്ല പിടിപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മലേഷ്യയിലെ ജയിലിലാന്നല്ലേ പറഞ്ഞേ ശ്രുതിയുടെ അച്ഛന്. അപ്പൊ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ആ വഴിക്കെന്നൊക്കെ പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതിപ്പോ സച്ചി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം, എന്റെ അച്ഛൻ അവിടെ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്നിട്ട് എന്താ ഇതുവരെയായിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തെ? അത്രയും പിടിപാടുള്ള ആളാണെങ്കിൽ പുറത്തിറങ്ങണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. ശ്രുതി പറഞ്ഞു, നീ അതിനകത്ത് തലയിടാൻ വരുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്താ ശ്രുതി ഇത്? ഒരു സഹായം ചെയ്യാന്ന് പറയുമ്പം സഹായം വേണ്ടെന്നാണോ പറയണേ? വേണ്ട, എനിക്ക് കൂടുതൽ സഹായം ഒന്നും വേണ്ടെന്ന് ശ്രുതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ സമയത്ത് രേവതിയോട് സച്ചി പറഞ്ഞു, രേവതി, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? മലേഷ്യയെ കുറിച്ച് പറയുമ്പോ തന്നെ പൗഡർ ഇടത്തേക്ക് എന്തോ ഒരു ടെൻഷനല്ലേ മുഖത്ത്? നമ്മളൊന്നും വിചാരിക്കുന്നതിലും അപ്പുറത്ത് എന്തോ വലിയൊരു ടെൻഷനും വെപ്രാളും ഒക്കെ കാണുന്നില്ലെന്ന് ചോദിച്ചു. അത് സച്ചേട്ടാ, അത് ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. കള്ളത്തരം നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കണേ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാന്ന് പറഞ്ഞു. എങ്ങനെ? അതിൻ്റെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. നീ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ മതി. തല പുകഞ്ഞ്. പിന്നീട് സച്ചി നീലിമ കൊടുത്ത കൂളിംഗ് ഗ്ലാസ് എടുത്ത് രേവതിക്ക് കൊടുത്തു. സച്ചി അത് കണ്ണേ വെച്ചു. ഇനി നടന്നോളാൻ പറഞ്ഞു. എങ്ങോട്ട്? ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് ആലോചിക്കാൻ പറഞ്ഞു. നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, വലിയ സി ഐ ഡികൾ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ 2 സി ഐ ഡികളാ, ഒന്ന് രേവതി ഒന്ന് സച്ചി. നമ്മൾ 2 സി ഐ ഡികളും ചേർന്നിട്ട് കള്ളത്തിനെ കണ്ടുപിടിക്കാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇന്നു മുതല് അതിനിപ്പോ എന്ത് ചെയ്യും സച്ചേട്ടാ? ഇപ്പൊ എനിക്കൊരു ഐഡിയ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത്? ആദ്യം നമുക്ക് ഭാമാന്റിയെ സമീപിക്കാം. ഭാമാന്റി ആണല്ലോ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേ, പൗഡർ എടുത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞേ. പൗഡർ എടുത്തിട്ട് അച്ഛൻ മലേഷ്യയിൽ എന്നൊക്കെ പറഞ്ഞല്ലേ കല്യാണം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഭാമാന്റിക്ക് അറിയായിരിക്കും. ആ വഴിക്ക് നീങ്ങാന്ന് പറഞ്ഞു. അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ രേവതി സച്ചിയും കൂടെ ഭാമയുടെ വീട്ടിലേക്ക് ചെന്നു. ഭാമയ്ക്ക് അത്ഭുതമായിരുന്നു. രണ്ടുപേരും കൂടെ എന്താ രാവിലെ തന്നെ ഒരുമിച്ച്? അതെ, വെറുതെ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയതാ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഭാമാൻറ്റി. അപ്പൊ അവന്റെ കല്യാണമൊക്കെ അടുത്ത് വരുന്നത്. അപ്പൊ അവനാണെങ്കിലോ മലേഷ്യക്ക് പോകാനായിട്ട് ഇരിക്കുക. അപ്പൊ അവന് മലേഷ്യയിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. മലേഷ്യയിൽ നിന്ന് പെണ്ണോ? അതേന്നെ, ഇപ്പൊ പൗഡർ എടുത്ത് മലേഷ്യക്കാരിയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഭാമാൻറ്റിക്ക് അറിയായിരിക്കുമല്ലോ. ഇനിയിപ്പം മലേഷ്യയില് ഭാമാൻറ്റിക്ക് ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാമ ചോദിച്ചു, എനിക്ക് മലേഷ്യ ബന്ധം അല്ല, ഈ പൗഡർ എടുത്തിട്ട് അച്ഛനെ അറിയായിരിക്കുമല്ലോ. ഭാമാൻറ്റി അല്ലേ ആ ആലോചന കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, അല്ല സച്ചി, എനിക്ക് ശ്രുതിയുടെ അച്ഛനെ അറിയില്ല എന്ന് പറഞ്ഞു. അല്ല പിന്നെ എങ്ങനെ അറിഞ്ഞേ മലേഷ്യയിലാണ് പൗഡർ എടുത്തിട്ട് അച്ഛന് എന്നൊക്കെ പറഞ്ഞേ? അല്ല അത് പിന്നെ ശ്രുതി പറഞ്ഞാന്ന് പറഞ്ഞു. ഏട്ടത്തി പറഞ്ഞോടാ? അതെ. അല്ല അപ്പൊ ഭാമാൻറ്റിക്കൊന്നും അറിയില്ല? ഞാൻ കണ്ടിട്ടില്ല, ശ്രുതിയുടെ അച്ഛനെ കണ്ടിട്ടില്ല, എനിക്കൊരു പരിചയമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ ശ്രുതിയുടെ അച്ഛന് മലേഷ്യയിലാന്ന് പറഞ്ഞേ? അത് പിന്നെ ഉണ്ടല്ലോ സച്ചി, ഒരു തവണ ഇവിടെ മസാജ് ചെയ്യാൻ ശ്രുതി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഉണ്ടായിരുന്നു. ചന്ദ്രമതിക്ക് മസാജ് ചെയ്ത് കൊടുത്തു. പിന്നീട് ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഫോൺ വിളിക്കുന്ന കേട്ടു. ശ്രുതി ഫോൺ വിളിച്ചിട്ട് അച്ഛനോട് പറയുന്ന കരഞ്ഞോണ്ട് സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ ഇങ്ങനെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടു. അന്ന് ചോദിച്ചപ്പോഴറിഞ്ഞ് അച്ഛൻ മലേഷ്യയിലാന്നൊക്കെ പറഞ്ഞത്. ഓ അപ്പൊ അങ്ങനെയാണല്ലേ, അപ്പൊ ഭാമാന്റിക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിച്ചു. ഭാമൻ എനിക്കറിയില്ല. അല്ല പിന്നെ എങ്ങനെ കല്യാണം നടന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ചന്ദ്രമതിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ചന്ദ്രമതിക്കും താല്പര്യമായി. മലേഷ്യയിലല്ലേ അച്ഛന്,
അപ്പം പിന്നെ അങ്ങനെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. പിന്നെ ശ്രുതി നല്ല പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു. സച്ചി പറഞ്ഞു അപ്പം ചുരുക്കി പറഞ്ഞാൽ ആൻ്റെയും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല സച്ചി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അതെ, രാവിലെ നിങ്ങൾ വന്നാലും ഞാൻ ചായ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാമ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടാ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നേ. ഇപ്പം ആരും ശ്രുതിയുടെ അച്ഛനെ കണ്ടോരില്ല. അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ആളെ പിടിക്കാന്ന് പറഞ്ഞു. അതാരെയാ? ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ മീരയല്ലേ? മീരയോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അത് ശരിയാ, മീരയോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് വിവരങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം മീരയോട് ചോദിക്കുകയാണെങ്കിൽ മീരയുടെ അടുത്തുനിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് സച്ചി രേവതിയോട് പറഞ്ഞു, നീ തനിച്ച് പോയാൽ മതി, ഞാനും കൂടെ വന്നിട്ടുണ്ട് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മീരയെ കാണാൻ ചെന്നു. സംസാരിക്കുന്ന സമയത്ത് മീരയോട് രേവതി ശ്രുതിയെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ശ്രുതിയുടെ അച്ഛനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീര ആകെപ്പാടെ ടെൻഷനായിപ്പോയി. പിന്നീട് ചോദിച്ചു, അല്ല ശ്രുതിയും മീരയും തമ്മിൽ എങ്ങനെ പരിചയം എന്ന് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ കോളേജിൽ വെച്ചുള്ള പരിചയമോ? കോളേജിൽ വെച്ചോ? അപ്പം മുമ്പ് അങ്ങനെ ആയിരുന്നില്ലോ പറഞ്ഞേ, കുഞ്ഞുനാളിന് മുതലുള്ള പരിചയമാണെന്നാണല്ലോ. എപ്പം? അല്ല മുമ്പ് അങ്ങനെയായിരുന്നു പറഞ്ഞേ. ആണോ? അത് ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ കുഞ്ഞുനാളിന് മൊത്തമുള്ള പരിചയമാണ്. പിന്നെ ഇടയ്ക്ക് മീരയുടെ അച്ഛൻ വന്ന് കഴിയുമ്പോഴത്തേനും ശ്രുതിയുടെ അച്ഛനും വരാറുണ്ട്, അവർ ഭയങ്കര ഫ്രണ്ട്സാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ. മലേഷ്യയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഭയങ്കര കൂട്ടായിരുന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീരയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. മീര പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല, അത് ചിലപ്പം ഞാനിന്ന് പറഞ്ഞപ്പം രേവതി ചേച്ചിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞേ, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു ശ്രുതി, അങ്ങനെയുള്ള പരിചയവും കൂടെ എനിക്കെന്ന് പറഞ്ഞു. അല്ല നിങ്ങളപ്പോൾ ടൂറ് പോകാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുനാളിലെ? ഞങ്ങൾ അങ്ങനെയൊന്നും പോകാറില്ലെന്ന് പറഞ്ഞു. മീരയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് തോന്നി മീര പറയുന്ന പകുതി കള്ളമാണ്. അപ്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളം, ഇപ്പം പറയുന്ന അത് അതിനേക്കാളും വലിയ കള്ളം. ഇതിനകത്ത് എവിടെ എന്തൊക്കെയോ സത്യങ്ങൾ ഒളിച്ചു കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ മീരയ്ക്ക്. മീര പറഞ്ഞു, ചേച്ചിക്ക് ഞാൻ കുടിക്കാനെടുക്കാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, കുടിക്കാനൊന്നും എടുക്കണ്ട, ഞാൻ കഴിച്ചിട്ടാ പോന്നേന്ന് പറഞ്ഞു. രേവതി അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് സച്ചിയുടെ അടുത്ത് വന്ന് സച്ചിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സച്ചിയേട്ടാ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, മീര ഇങ്ങനെ പറയണേ, എല്ലാം തലതിരിച്ചാ പറയണെന്ന് പറഞ്ഞു. തലതിരിച്ചോ? അതേനേ, മുമ്പ് എന്നോട് പറഞ്ഞേ കുഞ്ഞുനാളിലെ മുതലുള്ള പരിചയമെന്നാ. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല പറഞ്ഞേ, കോളേജ് വെച്ചുള്ള പരിചയമെന്നാ. പിന്നെ ഇവർ ഒരുമിച്ച് ടൂറൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ചെറുപ്പത്തില്. പിന്നെ ഈ പറയുന്ന മീരയുടെ അച്ഛനും ശ്രുതിയുടെ അച്ഛനും കൂട്ടുകാരായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല പറയണേ. മീരയുടെ അച്ഛൻ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു മലേഷ്യയിലാന്ന് പറഞ്ഞു, ഇപ്പൊ പക്ഷെ അങ്ങനെയല്ലാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രേവതി, ഇതിനകത്ത് എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ശരി, എനിക്ക് കുറച്ച് പൂവോടെ കൊടുക്കാനുണ്ട്, ഞാനിത് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയിക്കോളാം, സച്ചിയേട്ടന് ഓട്ടോ ഉള്ളല്ലേ, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പിരിയണം. ആ സമയത്ത് മീര ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ആകെപ്പാടെ പ്രശ്നമാണ്. രേവതി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ട് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. നിന്റെ വീട്ടുകാരെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച്, മലേഷ്യയെക്കുറിച്ച് എല്ലാം ചോദിച്ചു. ഇവിടെ നീ എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറയാനായിട്ട്? നീ എന്നെ ചതിച്ചോന്ന് ചോദിച്ചു. എനിക്കങ്ങനെ ചതിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് ഞാൻ ചതിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത്? നിന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല, പിന്നെ ഞാൻ എന്ത് പറയാനാ? പിന്നെ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ സംശയം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ശ്രുതി പറഞ്ഞു, ഇവർക്ക് ഇത് എന്തിന്റെ കേടാ? എനിക്കിട്ടുള്ള പണിയായിട്ടാ വരുന്നതെന്ന് തോന്നേ. മീര പറഞ്ഞു, നീ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വിളിച്ച, അല്ലെങ്കിലുണ്ടല്ലോ അറിയാലോ. അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചതിന് ശേഷം കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് ചോദിച്ചു, എന്താ അത് മീരയെ വിളിച്ചേ? എന്തിന്? അല്ല എന്നെക്കുറിച്ചും എൻ്റെ അച്ഛനെക്കുറിച്ചും ഒക്കെ പോയി മീരയോട് ചോദിച്ചതിന് രേവതി, അതെന്തിനാ അവിടെ ചോദിക്കാൻ പോയത്? എനിക്കറിയില്ല എൻ്റെ ശ്രുതി, കുറച്ച് നാളുകളായി രണ്ടുപേരും കൂടെ കൂടിയിട്ട്. എനിക്കറിയില്ല, എന്തോ ഞാനിതോ കള്ളത്തരം പറയുന്ന പോലെ. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നമ്മുടെ ആ 30 ലക്ഷം രൂപ കൊടുക്കാത്തോണ്ടായിരിക്കും. ആ 30 ലക്ഷം രൂപ നമ്മുടെ വിശ്വനാഥ് സാർ പറ്റിച്ചുകൊണ്ട് പോയില്ലേ? അപ്പം അയാളുടെ അടുത്ത് നിന്ന് ആ പണം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മര്യാദ ഉണ്ടാവും. ബാക്കി പൈസയും കൂടെ അച്ഛൻ്റെ കൊടുക്കണം, അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അല്ല നിന്റെ അച്ഛനോട് ചോദിച്ചാൽ പൈസ കിട്ടത്തില്ലേ? എൻ്റെ അച്ഛൻ അതിന് ജയിലിലല്ലേന്ന് ചോദിച്ചു. പിന്നെ എങ്ങനെ ഞാൻ പണം മേടിക്കുന്നത്? ഓ അത് ശരിയാണല്ലോ, എങ്ങനെയെങ്കിലും ആ പണം ഉണ്ടാക്കി കൊടുക്കണം ശ്രുതി, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് രേവതി പൂ കൊടുക്കാണ്ട് കടയിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂ വെച്ചിരുന്ന ബോക്സ് കണ്ടില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വന്ന് 2 അമ്മമാരെ എടുത്തോണ്ട് പോവാ. രേവതി പുറകെ തന്നെ വെച്ച് വിട്ടു. ഒടുവിൽ അവരാ ഒരു വീട്ടിലേക്ക് ആ ബോക്സ് കൊണ്ട് വെച്ചിട്ട് അവന്മാരവിടെ നിന്ന് വിട്ടു പോവാണ്. ഈ സമയത്ത് അകത്തുനിന്നൊരു പുള്ളിക്കാരത്തി വന്ന് ആ ബോക്സ് എടുത്തോണ്ട് പോയി. രേവതി അങ്ങോട്ട് ചെന്നിട്ട്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഇത് എൻ്റെ ബോക്സ് ആണെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണം. ബോക്സ് തരാം,
നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്തിന്? വാ ആഹാരം കഴിക്കാന്നൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ആഹാരമൊന്നും വേണ്ട, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചു വഴക്ക് പറയണം. അതെ മാഡം പറഞ്ഞ് നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാ. ഏത് മാഡം? അപ്പോഴാണ് ഹേമയുടെ വരവ്. ഹേമ വന്നിട്ട് രേവതി ചോദിച്ചു പേടിച്ചു പോയോ? ആ ബോക്സ് എടുത്തോണ്ട് വന്നപ്പോഴെന്ന് ചോദിച്ചു. ഓ നിങ്ങളാണെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടേ, എന്താ കാര്യം എന്ന് ചോദിച്ചു. രേവതി നീ ഞാനും ഇപ്പോൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാ, മണ്ഡപം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നിനക്ക് എൻ്റെ കൂടെ ചേർന്നുകൂടെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. രേവതി പറയുന്ന മനസ്സിലാക്ക്, നീ എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ നമുക്ക് കുറെ ലാഭമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു വേണ്ട, എനിക്ക് തനിച്ച് ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യം, മറ്റുള്ളവരുടെ കൂടെ കൂടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഹേമയ്ക്ക് അതൊട്ടും പിടിച്ചില്ല. ഹേമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ഫീൽഡ് തുടരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു ആയിക്കോട്ടെ, ഇനി മേലാൽ ഇതുപോലത്തെ പരിപാടി കാണിച്ചേക്കരുത്, എൻ്റെ ബോക്സ് എവിടെയെന്ന് ചോദിച്ചു. ഒടുവിൽ ബോക്സ് കൊടുത്തോണ്ട് രേവതി തിരികെ വീട്ടിലേക്ക് പോരുവാണ്. ഭയങ്കര ദേഷ്യവും സങ്കടമായി പോയി ഹേമയ്ക്ക്. പിന്നീട് അങ്ങനെ അന്ന് വൈകുന്നേരം സച്ചി വീട്ടിലേക്ക് വരിക. സച്ചി വീട്ടിലേക്ക് വന്ന് രവീന്ദ്രൻ ചന്ദ്രമതി എല്ലാവരെയും കൂടെ വിളിച്ചു. ശ്രുതിയും ശ്രീകാന്തും വർഷം എല്ലാവരും കൂടെ വന്നു. പിന്നീട് കുറെ ഫോം രവീന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അച്ഛൻ ഇതിലെല്ലാം സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സൈൻ ചെയ്യണോ? എന്തിന്? അച്ഛൻ ഈ ഫോമിലൊന്ന് സൈൻ ചെയ്തേ, കാര്യമുണ്ട്. കാര്യം എന്താ വെച്ചാൽ പറ. അച്ഛാ ഞാനും രേവതിയും കൂടെ മലേഷ്യക്ക് പോവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിയൊക്കെ ഞെട്ടിപ്പോയി. മലേഷ്യക്കോ? അതേന്നെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരിടത്തും പോയിട്ടല്ലോ, മലേഷ്യക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. എടാ നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകണോ? അതിന് ഞാനെന്തിനാടെ ഈ ഫോമേ സൈൻ ചെയ്യുന്നേ? അച്ഛാ നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പ് പോവാം, അതിന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു എനിക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വേണ്ടത് ഞങ്ങൾക്കൊക്കെ അല്ലേ? അല്ല പൗഡർ എടുത്തേക്കും കാണുമല്ലോ, മലേഷ്യയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നല്ലേന്ന് ചോദിച്ചു. ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് പറയണമെന്ന് അറിയത്തില്ല. രേവതി പറഞ്ഞു അത് ശരിയാ, ശ്രുതിക്കും കാണുമല്ലോ എന്ന് പറഞ്ഞു. ആ സമയം ശ്രുതി പറഞ്ഞു എനിക്കും ഉണ്ട് പാസ്പോർട്ടൊക്കെ, ഒന്ന് റിന്യൂവൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി, നമുക്ക് 3-4 പേർക്ക് പാസ്പോർട്ട് എടുത്താൽ മതി. രവീന്ദ്രൻ ചോദിച്ചു എടാ ഇപ്പം മലേഷ്യക്ക് പോയി എന്ത് ചെയ്യാനാ? മലേഷ്യക്ക് പോവാന്നേ, മലേഷ്യക്ക് പോയി എല്ലാവർക്കും അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. കുറെ നാളത്തെ ആഗ്രഹമല്ലേ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പോയിട്ട് വരാം. വർഷ പറഞ്ഞു അതിന് കുറെ പൈസ ചെലവില്ലേ? എന്തിന്? ഇവിടുന്ന് ടിക്കറ്റ് പൈസ മാത്രം നമ്മൾ മുടക്കിയാൽ മതി, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് ചോദിച്ചു ആര്? അതിനല്ലേ പൗഡർ എടുത്തിട്ട് അച്ഛൻ അവിടെയുള്ളേ. അതിന് ജയിലല്ലേ, എന്നാലും വീട്ടുകാരൊക്കെ കാണുമല്ലോ. 2ാമത് കല്യാണം കഴിച്ചെന്നല്ലേ പറഞ്ഞേ, അപ്പൊ പിന്നെ അവിടം വരെ പോകുന്ന ചെലവോ കാണത്തുള്ളൂ. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം. അത് ശരിയാണല്ലോടെ സച്ചി, അവിടെ ചെന്നീമ്പോൾ നമുക്ക് താമസിക്കാൻ വീട് കാണും, ഇവർക്ക് വലിയ വീട് അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. പിന്നെ യാത്ര ചെയ്യണമെങ്കിൽ കാറും കാണും, അത്രയും വലിയ വീട്ടിൽ എന്തായാലും 5-8 കാറുകളൊക്കെ കാണും. അപ്പൊ അതൊക്കെ എടുത്തോണ്ട് നമുക്ക് യാത്ര ചെയ്യാലോ. അപ്പൊ അവിടെ എടുത്തോളപ്പോ നമ്മളെ പേടിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. ശ്രുതി ആകെപ്പാടെ അന്തം വിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ശ്രുതിയുടെ അടിവയറ്റുന്നൊരു ആന്തൽ വരുന്നുണ്ട്. ദൈവമേ പെട്ടല്ലോ, എങ്ങാനും മലേഷ്യക്ക് പോയിട്ട് ഇനിയിപ്പോ തന്നെക്കുറിച്ചും ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ആര് കാണാനായിട്ട്. അങ്ങനെ ശ്രുതിക്കിടെ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് സച്ചി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.